പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പേടിയുണ്ട്. അതുപോലെ ഞാനൊരു ഇത് 10 കൊല്ലമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് ഇത് ചെയ്തത്. ഇത് വേണ്ടി കൂടുതലായാലും ചെയ്യാൻ അവർ നമുക്ക് ഇത് തന്നു. നമ്മൾ ഇന്ത്യയിൽ പറയുന്നുണ്ട് ഇപ്പോൾ കാശ്മീരികൾ തീവ്രവാദികളാണെങ്കിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും ഏറ്റവും നല്ല സ്നേഹം കാണിക്കുന്ന മനുഷ്യന്മാർ കാശ്മീരികളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ പോലത്തെ ആളുകൾ ഞാൻ കണ്ട ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല മനുഷ്യന്മാരിൽ ഒരാൾ അന്ന് ആ സഹായിച്ച ആ മനുഷ്യനാണ്. നിങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല. കാശ്മീരികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് സ്നേഹിച്ചാൽ അവരെ നമുക്ക് ഒരിക്കലും വെറുപ്പിക്കാൻ തോന്നൂല. ഇപ്പൊ ഞാൻ രണ്ടാമത് പോയ സമയത്താണ് അവിടെ അറ്റാക്ക് നടന്നിട്ടുള്ളത്. അപ്പം ഞാനൊരു റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 3 സ്റ്റാർ സെറ്റപ്പ് ആയിരുന്നു. പെർ ഡേ എനിക്ക് തോന്നുന്നു 2500 സംതിങ് വരുന്നുണ്ട്. 2 ദിവസം അവിടെ 2 റൂം എനിക്ക് എടുക്കേണ്ട വന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞത് ഒരു പേയ്മെന്റും വേണ്ട, കാരണം അവിടെ ഒരു അറ്റാക്ക് നടക്കുന്ന അറിഞ്ഞിട്ടും വന്ന ആൾക്കാരാണ് നമ്മളവർ അതിഥികളാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് നമ്മൾ പേയ്മെന്റ് വാങ്ങിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്. എനിക്ക് അവരെ അറിയുന്നില്ല. പിന്നെ ഞാൻ പെട്ടുന്ന സമയത്ത് ഒരുത്തരം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഞാൻ കാശ്മീരികളെ വീട്ടിലൊക്കെ നിന്നിട്ടുണ്ട്. നമ്മള് എല്ലായിടത്തും ആൾക്കാരൊക്കെ അടിപൊളിയാണ്. പക്ഷേ നമ്മൾ നല്ലതാണെങ്കിൽ നമുക്ക് നല്ലത് കിട്ടും. മോശമുള്ള ആൾക്കാരും ഉണ്ട്. എല്ലാ സ്ഥലത്തും നല്ലതും മോശം ആൾക്കാരുണ്ട്. കേരളത്തിൽ നിന്നായാലും എന്നോട് ഒരുത്തൻ നീ ഏതാണ് മക്കളെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് ഒരു നാടിനെ ഒരു ആൾക്കാരെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ശരിക്കും മണ്ടത്തരാണ്. പിന്നെ എല്ലാവരും എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കാം. അത്രയാണ്.